ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഞാനൊരു പുതിയതൊരു മീറ്ററാണ്. ഇതിപ്പോൾ നേരത്തെ നിങ്ങൾക്കൊക്കെ പലർക്കും പരിചയമുള്ളതായിരിക്കാം. ഈ മീറ്റർ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാനിപ്പോൾ ഈ മീറ്ററിൻ്റെ വോൾട്ടേജ് ഉണ്ട് 229-230 വോൾട്ട്, ഫ്രീക്വൻസി 49.9, കറണ്ട് 0.28. എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വയറിൻ്റെ പുറകെ ട്രേസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതാ കണ്ടോ, ഞാൻ ഈ ട്രാൻസ്ഫോമറിൽ ഞാൻ ഒരു ട്രാൻസ്ഫോമറിൻ്റെ 230 വോൾട്ട് 2 kV ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തിരിക്കുകയാണ്. ഔട്ട്പുട്ട് ഓപ്പണാണ്. ഓക്കെ, ഇതിനകത്തൊരു 000 കാണുന്നത് KWH എന്ന് പറയുന്നത് നമുക്കൊരു എനർജി മീറ്റർ പോലെ ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. കറണ്ട് പോയിട്ട് തിരിച്ചു വന്നാലും ഇവിടെ പഴയ സ്റ്റോറേജ് ഉണ്ടാവും. പിന്നെ ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പോഴത്തെ കപ്പാസിറ്റി നോ ലോഡ് കണ്ടീഷനിൽ, ഓപ്പൺ സർക്യൂട്ട് കണ്ടീഷനിൽ 37-38 വാട്ടാണ്. ഓക്കെ, ഇവിടെ പവർ ഫാക്ടർ ഉണ്ടോ 0.58 ഉള്ളൂ. അപ്പോൾ അതിനർത്ഥം പവർ ഫാക്ടറും വളരെ കുറവാണ്. നോ ലോഡ് ആയതുകൊണ്ടാണ്. ഷോർട്ട് സർക്യൂട്ടിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രീഷ്യന്മാർക്കും ഇലക്ട്രിക്കൽ ടെക്നോളജി അറിയാവുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെട്ട ഒരു മീറ്ററാണ്. അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഈ കമ്പനിയുടെ ഞാൻ പരസ്യമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പേരും ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലുള്ള മീറ്റേഴ്സ് നമുക്ക് ടെക്നീഷ്യന്മാർക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഞാനിപ്പോൾ ഈ സെക്കൻഡറി സൈഡ് താണ്ട ഈ ഒരു നീല വയറിട്ട് ഞാനതിനെ അങ്ങ് ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. പ്രൈമറിയിൽ പഴയപോലെ തന്നെ കണക്ഷൻ മാറ്റിയിട്ടില്ല. ഇനി നമുക്കിവിടെ നോക്കാം. ഇത് നോക്കി 107.1 വാട്ട്, 107 വാട്ട്, 14.1 വോൾട്ട്, ഫ്രീക്വൻസി സെയിം തന്നെയാണ്. ഇനി 0.92 പവർ ഫാക്ടറായി. നേരത്തെ പോലെ 58 അല്ല, 8.2, അതായത് 8.3 ആംബിയർ. എന്തുകൊണ്ട് ഞാൻ 8.3 ആംബിയർ വരെ ലോഡ് ചെയ്തുള്ളൂ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഇത് 2 kVA 230 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. അപ്പോൾ 2 kVA / 230 വോൾട്ട് എന്ന് പറയുമ്പോൾ 8.6 ആംബിയറാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആയതുകൊണ്ട് മാക്സിമം 8.3 നിർത്തിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മീറ്ററിലാണ്ട് 000 കാണുന്ന വാല്യൂ വെച്ചിട്ട് നമുക്കൊരു ലോഡിലേക്ക് കൊടുത്ത്, ഇലക്ട്രീഷ്യന്മാർക്ക് ഭയങ്കര ഉപകാരപ്പെട്ട മീറ്ററാണ്. ഒരു ലോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലോഡിനകത്തുള്ള ലീക്കേജ് ആണോ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഈ 000 കാണുന്ന മീറ്ററിൽ വെച്ചിട്ട് 1 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ എന്നുള്ളത് നമുക്ക് ആ ഉപകരണത്തിൻ്റെ റീഡിങ്ങും അതിൻ്റെ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽസും ഇതും വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.